സ്മൃതി മാഡം, നമ്മുടെ ഡോക്ടർ അരുൺ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഇവിടെ അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഒരുങ്ങുകയാണോ? അദ്ദേഹത്തെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്ന് എപ്പോഴെത്തുന്ന സാറേ പറഞ്ഞേ? ഓരോരുത്തരെ ലോഞ്ച് ചെയ്യണമല്ലോ, വെച്ച് എല്ലാരും ഇറങ്ങരുത്. സിംഗിളാ വരും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ പോയത്. അതെ അതെ, അപ്പോൾ വരുമായിരിക്കും ഉടനെ. വേഗം വരട്ടെ. അദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്, ആൾക്കാരെല്ലാം ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയെന്ന്. അങ്ങനെ പേടിച്ചോടുന്ന ആളല്ല. എവിടെ എന്ന ചോദ്യത്തിൽ ഒരു വരും, ഡോക്ടർ ജി വരും. നല്ല അർത്ഥത്തിൽ വിളിക്കലല്ല, ഡോക്ടർ അരുൺ ജി എന്നല്ലേ നമ്മൾ വിളിക്കുന്ന സ്നേഹത്തോടെ. സുജി ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത്. തുടങ്ങുമ്പോഴേക്കും എന്തോ അങ്ങ് ഭയങ്കര സന്തോഷം മാഡം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കാലത്ത് വന്ന് വീട്ടിൽ കയറി കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. ഇത് എം വി നികേഷ് കുമാറിന്റെ ഗൂഢാലോചനയാണ്. എം വി നികേഷ് കുമാറിന്റെ മാത്രം ഗൂഢാലോചനയാണ്. സുജയ, ഇന്ന് രാവിലെ ഞാൻ പതിവ് പോലെ കിഴക്കോട്ട് നടക്കാനിറങ്ങി. കിഴക്കോട്ടാണോ? അതെ, ആ കിഴക്കുന്ന സൂര്യപ്രഭാതം കണ്ടു. ആ പ്രഭാതം ചോന്ന് തന്നെ ഇരുന്നു എന്ന് ഞാൻ നരേന്ദ്രമോദി ചോന്നിരിക്കുന്ന പ്രഭാതം ഞാൻ കണ്ടു. എം വി നികേഷ് കുമാർ അങ്ങനെ ചോന്ന് തുടുത്തിരിക്കുന്ന പ്രഭാതം പോലെ ഇന്നത്തെ സായാഹ്നം ഞാൻ വേറെ ചില കളറാണ് പ്രതീക്ഷിച്ചത്. ഉള്ളിൽ ചോപ്പുണ്ട്, എന്നാൽ അതെ രണ്ടുമുണ്ട്. ഉള്ളിൽ ചോപ്പും പുറത്ത് കറുപ്പും ഇട്ടാണ് എം വി നികേഷ് കുമാർ വന്നിരിക്കുന്നത്. ചോന്ന് തുടുത്ത പ്രഭാതത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ എത്തുന്നത്. സ്മൃതി പരുത്തിക്കാൻ ഉള്ളിലും പുറത്തും കറുപ്പായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സ്മൃതി പരുത്തിക്കാൻ പച്ച കാണുന്നില്ലേ? പച്ച കാണുന്നുണ്ട്, പ്രതീക്ഷയുടെ പച്ച. മലപ്പുറത്തും പൊന്നാനിയിലും പച്ച. മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമായിട്ട് പച്ചയില്ല. അങ്ങനെ പച്ചയില്ല. ആ പച്ചയല്ല, ഈ പച്ച പ്രതീക്ഷയുടെ പച്ച. പച്ച പിടിക്കുമോ എന്ന് നോക്കൂ. ഇന്നത്തെ പ്രഭാതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് പൂരങ്ങളുടെ പൂരം എന്നൊക്കെ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ കടന്ന തെരഞ്ഞെടുപ്പ് പൂരങ്ങളിൽ ഏറ്റവും വലിയ പൂരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണാൻ പോകുന്നത്. പൂരത്തിന്റെ ചെറുഘടക പൂരങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പൂരം കൂടി വരാനുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളത്ത് പോലെ ഉണ്ണി ബാലകൃഷ്ണൻ വരും. ആ ഗോപുര നട തുറന്ന് വരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഗോപുര നട കഴിഞ്ഞും വരും. മാത്രമല്ല ആ പ്രഡിക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ മുന്നണി 295 ചേട്ടൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് കാണിച്ചു കൊടുത്തിരിക്കും. അതെ, അമ്പാനെ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയരുത്. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. 8 മണിക്കാണ് എല്ലായിടത്തും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ പോളിംഗ് നടക്കുന്നത് എങ്ങനെയാണ് എന്ന് സ്മൃതി എന്നുകൂടി നമുക്കൊന്ന് കൗണ്ടിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പ്രേക്ഷകരോട് പറയണം. കൗണ്ടിംഗ് സ്റ്റേഷനിൽ എന്താണ് ഇന്ന് സംഭവിക്കുക? കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഇന്ന് ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെയും മുറികൾ ഉണ്ടാവും. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും കൗണ്ടിംഗ് മുറികളിൽ 14 ടേബിളുകൾ ഉണ്ടാവും. ആ 14 ടേബിളുകളിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും ഒപ്പം കൗണ്ടിംഗ് ഏജന്റുമാരും മൈക്രോ ഒബ്സർവർമാരും ഉണ്ടാവും. അതെ, ഈ കൗണ്ടിങ്ങിന്റെ ഒരുക്കങ്ങൾ അതുപോലെ തന്നെ ക്രമീകരണങ്ങൾ 8:30ക്കാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണി തുടങ്ങുക. അതിനു മുമ്പ് സുജയ എണ്ണരുത്. ഇല്ല, ഞാൻ താങ്കളോട് കൂടി ഓർമ്മിപ്പിച്ചു. പോസ്റ്റൽ ബാലറ്റ്, VTP, BMS സർവീസ് വോട്ടുകൾ മാത്രമേ അതിന് മുമ്പ് വരുള്ളൂ. ആദ്യഘട്ടത്തിലെത്തും. പക്ഷേ അത് വളരെ നിർണായകമാണ്. പതിവ് പോലെ നമ്മൾ പറയുന്നു പോസ്റ്റൽ ബാലറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു ലീഡ് പ്രെഡിക്റ്റ് ചെയ്യുക സാധ്യമല്ല. പലപ്പോഴും പോസ്റ്റൽ ബാലറ്റ് സർക്കാരിന്റെ ഒരു ഇൻകംബന്റ് ആയിരിക്കുന്ന വോട്ടായിരിക്കും രേഖപ്പെടുത്തുക. അതിനുശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നിന്ന് വോട്ടെണ്ണി തുടങ്ങുക. ഇന്ത്യയുടെ വിധി അറിയാൻ പോകുന്ന വളരെ സുപ്രധാനമായ ദിനത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നിൽക്കുന്നത്. താങ്കൾക്കൊരു പേര് ഗംഭീരം. നമുക്കിന്നത്തെ മിന്നൽ മുരളി ആരാകുമെന്നാണ് അറിയേണ്ടത്. ഇത് സാക്ഷാൽ മോദി മിന്നൽ മുരളിയായി തീരുമോ? തൊടുന്നതെല്ലാം ഷോക്കേറ്റു മാറുന്ന ഒരു അവസ്ഥയുണ്ടാവുമോ എന്നുള്ളതാണ്. പ്രാണപ്രതിഷ്ഠയിൽ തുടങ്ങി തെക്കേ ഇന്ത്യയിലെ ധ്യാനത്തിൽ അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ കണ്ണുവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോളുകളുടെ ഫലം വിശ്വസിക്കാമെങ്കിൽ ഈ ഘട്ടത്തിൽ തെക്കു മാത്രമല്ല വെസ്റ്റ് ബംഗാൾ പിടിക്കും, ഒഡീഷ പിടിക്കും. കിഴക്കേ ഇന്ത്യയും തെക്കും BJP പിടിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളത്തിന്റെ ആമ്പൽക്കുളങ്ങളിൽ ഞാൻ ഇന്നലെ പോയി നോക്കിയിരുന്നു. അവിടെ അതാണ് പ്രശ്നം. കേരള ആമ്പലാണ്, താമര ഉണ്ടാവൂല. അവിടെ താമര മൊട്ടുകൾ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ആമ്പലാണ് നിലവിൽ എന്ന് പാടാൻ ഭാഗ്യമുണ്ടാകട്ടെ. നമുക്ക് നോക്കാം. ഇന്ത്യ ഉണ്ടാകുമോ? എവിടെയാണ്? ഭൂപടങ്ങളിൽ ഇന്ത്യ ഉണ്ടാകും. കേരളത്തിൽ സ്വാഭാവികമായിട്ടും പ്രതീക്ഷയുടെ രാഷ്ട്രീയം ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, അല്ലേ സ്മൃതി പരുത്തിക്കാട്? നമ്മുടെ സ്ക്രീൻ നോക്കൂ, മാജിക് സ്ക്രീൻ നോക്കൂ. മാജിക് സ്ക്രീൻ ഈ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം
കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒറ്റ നോട്ടത്തിൽ 20 മണ്ഡലങ്ങളുടെയും ട്രെൻഡുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളുടെ മണ്ഡലങ്ങളിലെ ലീഡ് നില മാത്രമല്ല, തൊട്ടടുത്ത മണ്ഡലങ്ങളുടെയും ലീഡ് നില, ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന് നിങ്ങൾക്കറിയാം. എണ്ണിത്തുടങ്ങുന്ന സമയത്ത് ഇതിലെ നിറങ്ങൾ മാറും അല്ലേ? നമ്മൾ പച്ചയിലും ചുവപ്പിലേക്കും പോകും. ലീഡ് ചെയ്യുന്നത് പച്ചയും പിന്നിൽ ട്രെയിൽ ചെയ്യുന്നത് ചുവപ്പുമായി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ നോട്ടത്തിൽ സ്ക്രീനുകൾ കാണാം. സായികൃഷ്ണ പറയുന്നു, കാലവർഷം മൂടിക്കിടക്കുന്ന കോൾ ഉള്ളതിനാൽ ചുവന്ന സൂര്യനെ കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ അതിന്റെ ഇടയിൽ കൂടി ഓറഞ്ച് വെട്ടം ഞങ്ങൾ കാണുന്നു. നോക്കൂ, വളരെ മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. താരതമ്യേന കാറും കോളും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതമാണ്. കാറും കോളും ഒഴിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കാണ് ഒരു പക്ഷേ ഈ വിധി വരാൻ പോകുന്നതെന്ന പ്രതീക്ഷയോടുകൂടി രാമചന്ദ്ര ഗുഹ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ 1951-52 കഴിഞ്ഞാൽ ഒരു പക്ഷേ 77 കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ 8 മണി, ഇനി ഏകദേശം 1 മണിക്കൂർ 33 മിനിറ്റിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റിന്റെ ഫലസൂചനകളാണ്. അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഫലസൂചനകൾ എത്തിത്തുടങ്ങും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.